next topic is electroluminescent polymers or organic light emitting diodes, OLEDs എന്നറിയപ്പെടുന്നു. അപ്പോൾ LED ഒരു ഓർഗാനിക് എന്ന ഒരു വാക്കുകൂടി ചേർത്താണ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ് അല്ലെങ്കിൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്? ഇവ ഓർഗാനിക് പോളിമേഴ്സ് ആണ് ദാറ്റ് എമിറ്റ് ലൈറ്റ് വെൻ ആൻ ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ ദം. നമ്മൾ ആ ഒരു ഓർഗാനിക് പോളിമറിൽ കൂടി ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുമ്പോൾ അവ ലൈറ്റ് എമിറ്റ് ചെയ്യും. ലൈറ്റിന്റെ ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ OLEDs. ഓക്കെ, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് എന്ന് അറിയപ്പെടുന്നു. ഇതാണ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിന്റെ ഒരു പിക്ചർ. കാഥോഡ് ഉണ്ട്, which have negative charge, anode ഉണ്ട്, positive charge, then electron transport layer ഉണ്ട്, hole transport layer ഉണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന ഒരു ലൈറ്റ് എമിറ്റിംഗ് ലെയർ ഉണ്ട്, ഹോളും ഇലക്ട്രോണും കൂടി കമ്പൈൻ ചെയ്യുന്നു, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഒരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, എക്സ്റ്റേണൽ വോൾട്ടേജും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിൽ ഉള്ളത്. ഓക്കെ, സബ്സ്ട്രേറ്റ് ക്ലിയർ പ്ലാസ്റ്റിക് ഓർ ഗ്ലാസ് ദാറ്റ് സപ്പോർട്ട്സ് OLED ഈസ് കോൾഡ് സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റ് ആയിട്ട് കൊടുക്കുന്ന എന്തെങ്കിലും എന്താണ്, ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണ് OLEDനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ്. ദെൻ ആനോഡ്. ആനോഡിൽ എന്താ ഉള്ളത്? കറണ്ട് OLED കൂടി പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് ഹോൾസിനെ ആഡ് ചെയ്യും. ഓക്കെ, ഈ ആനോഡിലാണ് നമ്മുടെ ഹോൾസ് ഉള്ളത്. ഓക്കെ, യൂഷ്വലി യൂസ്ഡ് ആനോഡ് എന്ന് പറയുന്നത് ഇൻഡിയം ടൈറ്റാനിയം ഓക്സൈഡ് ഒക്കെയാണ്. നമുക്കറിയാം ആനോഡിന്റെ ചാർജ് എന്താണ്? ആനോഡിന്റെ ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് ആണ് അല്ലേ? സോറി, ആനോഡിന്റെ ചാർജ് പോസിറ്റീവ്, ആനോഡിന് നെഗറ്റീവ് ചാർജ്, ആനോഡിന് പോസിറ്റീവ് ചാർജ്. അതുപോലെ കാറ്റോണിന് പോസിറ്റീവ് ചാർജ്, കാഥോഡിന് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ആനോഡിന്റെ കേസിൽ ആനോഡിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് സപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട്. എക്സ്റ്റേണൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് ആനോഡിൽ ഹോൾസ് ആണ് ഉണ്ടാവുന്നത്, വിച്ച് വിൽ പ്രൊഡ്യൂസ് എ പോസിറ്റീവ് ചാർജ് ഇൻ ആനോഡ്. ആനോഡായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇൻഡിയം ടൈറ്റാനിയം ഓക്സൈഡ് ഒക്കെയാണ്. ദെൻ അടുത്തത് ഹോൾ ട്രാൻസ്പോർട്ട് ലെയർ. ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോളിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹോൾ ട്രാൻസ്പോർട്ട് ലെയർ OLEDയിലുണ്ട്. ഇറ്റ്സ് ദ കണ്ടക്ടിങ് ലെയർ മെയ്ഡ് ഓഫ് കണ്ടക്ടിങ് പോളിമർ ലൈക്ക് പോളിയനിലീൻ. പോളിയനിലീനൊക്കെ പോലുള്ള ഏതെങ്കിലും കണ്ടക്ടിങ് പോളിമർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കണ്ടക്ടിങ് ലെയർ എന്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹോൾസിനെ ആനോഡിൽ നിന്ന് OLEDയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോൾ ട്രാൻസ്പോർട്ട് ലെയർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ ETL. ഇത് എമിസീവ് ലെയർ ആണ്. അപ്പോൾ ഒരു കണ്ടക്റ്റീവ് ലെയർ ഉണ്ട്, ഒരു എമിസീവ് ലെയർ ഉണ്ട്. കണ്ടക്റ്റീവ് ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹോൾ ട്രാൻസ്പോർട്ട് ലെയറും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എമിസീവ് ലെയർ. ഇത് ഇലക്ട്രോൺസിനെ കാഥോഡിൽ നിന്ന് OLEDയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. കാഥോഡ് ഇജക്ട്സ് ഇലക്ട്രോൺസ് വെൻ കറന്റ് ഫ്ലോസ് ത്രൂ OLED. അലുമിനിയം അല്ലെങ്കിൽ കാൽഷ്യം ഒക്കെ കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു കാഥോഡ് ഉണ്ട്, ആനോഡ് ഉണ്ട്. കാഥോഡ് നെഗറ്റീവ് ചാർജ് ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യുന്നു. ദെൻ ആനോഡിൽ ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഹോൾസും ആനോഡിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹോൾ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. ദെൻ ഇലക്ട്രോണിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. ഈ ഒരു ഇലക്ട്രോണിന്റെ ഹോളിന്റെ ഒരു കോമ്പിനേഷൻ ആണ്, ഇപ്പോൾ കമ്പൈൻ ചെയ്യാണ് നമ്മുടെ OLEDയിൽ സംഭവിക്കുന്നത്. ഇനി വർക്കിംഗ് ഓഫ് OLED. When a voltage is applied across OLED, a current of electrons flows from cathode to anode. അപ്പോൾ ഇലക്ട്രോൺസ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. എപ്പോഴാണ്? വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ. OLEDയിൽ നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. കാഥോഡിലാണ് ഇലക്ട്രോൺസ് ഉള്ളത് നമുക്കറിയാം, അവ ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഡ്യൂറിംഗ് ദിസ് കറന്റ് ഫ്ലോ ഇലക്ട്രോൺ ഹോൾ ക്യാപ്ചർ ഈച്ച് അതർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ആനോഡിൽ ഹോൾസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, കാഥോഡിൽ ഇലക്ട്രോൺസ് ഓർ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവ രണ്ടും മൂവ് ചെയ്തിട്ട് ഒരു പ്ലേസിലെത്തി ഇവ കമ്പൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് ഹോൾസ് പ്രൊഡ്യൂസ് ലൈറ്റ്. അപ്പോൾ ഈ ഒരു റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് കൊണ്ട് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ലൈറ്റ് ഉണ്ടാവുന്നുണ്ട്. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ഡിപ്പെൻഡ്സ് ഓൺ ബാൻഡ് ഗ്യാപ്പ് ഓഫ് കണ്ടക്ടിങ് പോളിമർ. ആ ഒരു പോളിമറിന്റെ ബാൻഡ് ഗ്യാപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാൻഡ് ഗ്യാപ്പ് അനുസരിച്ചിരിക്കും ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്. അപ്പോൾ ഇതാണ് OLEDയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്ത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ കൂടി ഇജക്ട് ചെയ്ത് ലൈറ്റ് എമിറ്റിംഗ് ലെയറിൽ എത്തുന്നു. അതുപോലെ ആനോഡിലുള്ള ഹോൾസും മൂവ് ചെയ്ത് ലൈറ്റ് എമിറ്റിംഗ് ലെയറിൽ എത്തുന്നു. ഇവ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റേണലി നമ്മളൊരു കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡയോഡ്സ് ആണ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. ദെൻ അവയുടെ ആപ്ലിക്കേഷൻസ് TV, കമ്പ്യൂട്ടർ സ്ക്രീനുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഡിസ്പ്ലേകളിലൊക്കെ ഈ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ലൈറ്റിംഗിൽ യൂസ് ചെയ്യാറുണ്ട്, ലോ എനർജി കൺസപ്ഷൻ ലൈറ്റിംഗിൽ, അതുപോലെ ഡിസ്പ്ലേസിൽ
ഫ്ലെക്സിബിൾ ഡിസ്പ്ലേസ് ആൻഡ് ലൈറ്റിംഗ് പാനൽസിൽ യൂസ് ചെയ്യാറുണ്ട്. ദെൻ പ്രോപ്പർട്ടീസ്, കളർ ട്യൂണിങ്, എനർജി ഗ്യാപ്പ് ഓഫ് പൈ ട്രാൻസിഷൻ ക്യാൻ ബി ചേഞ്ച് ടു പ്രൊഡ്യൂസ് വൈഡ് റേഞ്ച് ഓഫ് പല കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഹൈ ലൈറ്റ് എമിറ്റിംഗ് എഫിഷ്യൻസി ആണ് ഇവയ്ക്കുള്ളത്. ദെൻ OLED ആ ഒരു വേവ് ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ലോങ് സർവീസ് ലൈഫ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. അപ്പോൾ ഓർഗാനിക് എന്ന പേര് വരാൻ കാരണം എന്താണ്? അവ ഓർഗാനിക് പോളിമേഴ്സ് വെച്ചാണ് നമ്മൾ ഈ OLEDs പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവയ്ക്ക് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് എന്ന പേര് വന്നത്. ലൈറ്റ് എമിറ്റ് ചെയ്യാണ് ഇവ ചെയ്യുന്നത് എപ്പോഴാണ്? കറണ്ട് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് നമ്മൾ അതിൽ കൂടി പാസ് ചെയ്യുമ്പോൾ അവ ലൈറ്റ് എമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ലൈറ്റ് എമിഷന്റെ പ്രിൻസിപ്പിൾ നമ്മൾ കണ്ടു. ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ഈ ആനോഡിൽ ഹോൾസ് ഉണ്ട്, കാഥോഡിൽ ഇലക്ട്രോൺസ് ഉണ്ട്. എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ആനോഡ് കാഥോഡിൽ നിന്നും ഈ ഹോൾസും ഇലക്ട്രോൺസും കൂടി മൂവ് ചെയ്യുന്നു. ഇവ കമ്പൈൻ ചെയ്തിട്ടാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ലൈറ്റ് ആണ് OLEDയിൽ എമിറ്റ് ചെയ്യുന്നത്. ഇതാണ് OLEDയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ആ ഒരു പിക്ചർ കൂടി വരയ്ക്കാൻ ഓർത്തിരിക്കുക. ആനോഡ്, കാഥോഡ്, ഹോൾ ട്രാൻസ്പോർട്ട് ലെയർ, അതുപോലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ. ദെൻ ഹോൾ ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്യുന്നു, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു.